സംസ്ഥാനത്ത് തുലാവർഷം കനക്കാൻ സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട്. അടുത്ത 5 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നും മുന്നറിയിപ്പ് ഉണ്ട്. വിവരങ്ങളുമായി ശ്രീനന്ദ SP ചേരുന്നുണ്ട്. ശ്രീനന്ദ, സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസമായി നല്ല രീതിയിലുള്ള മഴ ലഭിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. എങ്ങനെയാണ് അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പ്? രാഖി, മഴ മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നൗകാസ്റ്റ് പ്രകാരം അടുത്ത 3 മണിക്കൂർ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. തെക്ക് വടക്കൻ മേഖലകളിൽ ശക്തമായ മഴയായിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ 5 ദിവസങ്ങളിൽ ഉണ്ടാവുക. മലയോര മേഖലകളിലൊക്കെ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മണിക്കൂറിൽ അതിവേഗതയിലുള്ള 45 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഇടിമിന്നൽ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി അതിന് പ്രത്യേക നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലക്ഷദ്വീപ് തീരത്തിന് മുകളിലായി ചക്രവാതി ചുഴി രൂപപ്പെട്ടിരിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകുന്ന ഒഴിവാക്കണമെന്നും, അതുപോലെ തന്നെ കേരള തീരത്തിലോട്ട് എപ്പോൾ വേണമെങ്കിലും അടുക്കാവുന്ന രീതിയിലുള്ള ചുഴിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. രാവിലെ തിരുവനന്തപുരം നഗരത്തിൽ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ കൂടി ഇന്നലെ രാത്രി തോരാ മഴയായിരുന്നു നഗരവീഥിയിലൊക്കെ തന്നെ പെയ്തിറങ്ങിയത്. മറ്റ് ജില്ലകളിലും സമാനമായ അവസ്ഥ തന്നെയാണ്. നിരവധി ജില്ലകളിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഇടിമിന്നൽ കാരണം ഒരു കണ്ണൂർ ജില്ലയിൽ ഒരു ആൾ മരിച്ച സംഭവമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നിരവധി വീടുകൾ തകർന്ന ഒരു അവസ്ഥ മറ്റ് ജില്ലകളിലൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരത്ത് പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. എന്നാലും വരും മണിക്കൂറിൽ ശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാവുക എന്നൊരു കാര്യത്തിൽ തീർച്ചയാണ്. തുലാവർഷം ഇങ്ങ് എത്താറായി. 3 ദിവസം കൂടെ കഴിയുമ്പോൾ തുലാം എത്തുകയാണ്. അപ്പോൾ തുലാമഴയാണ് ഇപ്പോൾ തോരാതെ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. മത്സ്യത്തൊഴിലാളി ഇന്നലെ വൈകുന്നേരം ഒരു മത്സ്യത്തൊഴിലാളിയെ പോയിട്ട് വള്ളത്തിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് തിരമാലകൾ ഉയർന്നത് മൂലം വള്ളം മറിയുകയും അയാൾ കടലിൽ വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അയാൾ മരിച്ചു എന്നൊരു കാര്യം കൂടി നമുക്ക് ഈ മണിക്കൂറിൽ പറയേണ്ടിയിരിക്കുന്നു. തുലാവർഷം കനക്കാൻ സാധ്യത. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് എന്നുള്ള വാർത്തയാണ് ശ്രീനന്ദ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്.